ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ മുതൽ എത്ര നേരം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത്രയും നേരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റു കേട്ടോ. ഞങ്ങളല്ല ഫസ്റ്റ് എഴുന്നേറ്റത്, കിച്ചു ആണ് കേട്ടോ ഫസ്റ്റ് എഴുന്നേൽക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, കിച്ചുവാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. അവൻ എഴുന്നേറ്റ് ഇങ്ങനെ തോണ്ടിയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ എണീപ്പിക്കും. കണ്ണേട്ടനില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. കുഞ്ചു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അധികം നേരം ഇങ്ങനെ ഉറങ്ങാറില്ല, ഇവൻ്റെ ഒപ്പം തന്നെ അവന് എഴുന്നേൽക്കാറുണ്ട്. എന്നാലും ഇന്നെന്തോ നല്ല ഉറക്കത്തിലാണേ. അങ്ങനെ ഞങ്ങൾ കുഞ്ചുവിനെ അവിടെ കിടത്തിയിട്ട് ഞാനും കിച്ചും കൂടി താഴേക്ക് പോരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാലും താഴേക്ക് നല്ല സ്വഭാവമാണെങ്കിൽ, നല്ല മൂടാണെങ്കിൽ അവൻ തന്നെ താഴേക്ക് വന്നോളും. അല്ലെങ്കിലാണ് കുറച്ച് ഇടച്ചിലും ബഹളമൊക്കെ ആയിട്ടിരിക്കണത്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നത് ബാൽക്കണിയിലോട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാക്കകളും കിളികളൊക്കെ ചിലക്കുന്നത് ഒച്ചകളൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നേ. അത് മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പിൽ പോത്തുംകുട്ടീനെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നിട്ടാണ് താഴേക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കുന്ന ടൈം കൊണ്ട് ഇവറ്റകൾ രണ്ടുപേരും കൂടി മേശയുടെ പൊക്കത്തൊക്കെ വലിഞ്ഞു മുഴുകിയൊക്കെ കയറാനുണ്ട് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാണ്, ഏത് സമയം ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേടുകളായിട്ടൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും ഒന്ന് ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാൽ എപ്പോഴും തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കലാപരിപാടിയാണ് കേട്ടോ ഈ ചെടികളെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ വാടി കരിഞ്ഞൊക്കെ നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വളങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് രാവിലെ. ആ സമയം കൊണ്ടാണ് ഞാൻ കുഞ്ചുവിനെയും കിച്ചുവിനെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. അമ്മ ഈ ചെടികളൊക്കെ നടുകയും പിടിക്കുകയൊക്കെ ചെയ്യണ നേരം കൊണ്ട് അവരിപ്പോൾ പല്ല് തേച്ചോളും. പല്ല് തേപ്പും നടക്കും, ചെടിയുടെ പരിപാടികളും നടക്കും. അപ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ട് എത്തുകയും വേണ്ട, അമ്മ പുറത്ത് നിൽപ്പുണ്ടല്ലോ. കൂടെ ആരും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ പല്ലുതേപ്പിൻ്റെ ഇടയിൽ വേറെ പരിപാടികളും നടക്കും കേട്ടോ. ഈ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ തുറന്ന് വിടുക, മണ്ണ് വാരി കളിക്കുക, ബ്രഷ് മണ്ണിലിട്ട് ഇളക്കുക, അങ്ങനെയുള്ള പരിപാടികളും നടക്കും. അതുകൊണ്ട് ആരും ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് വിടാറില്ല പുറത്തേക്ക്. കുഞ്ഞിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞ് നല്ല ഉറക്കുകയാണ്, ഉറങ്ങട്ടെ എന്ന് കരുതി. ഇപ്പോൾ സമയം ഒരു 8 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. കണ്ണൻ ഷോപ്പിലേക്കൊക്കെ പോകാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അവൻ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ കടയിലത്തെ സാധനങ്ങൾ കുറച്ച് വീട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അത് കുറച്ച് കഴിയുമ്പോൾ വണ്ടിക്ക് വന്ന് കൊണ്ടുപോവേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ കിച്ചു അതൊക്കെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഓരോന്നൊക്കെ വലിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഈ സമയം കൊണ്ട് അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ തിരി കത്തിക്കുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് കുഞ്ചുവിൻ്റെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞെങ്കിലും കുഞ്ഞിനെ എഴുന്നേറ്റിട്ടുണ്ടായില്ല. കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് കുത്തിപ്പൊക്കിയെങ്കിലും അവൻ സെറ്റുമ്പോൾ വന്ന് കിടന്ന് പിന്നെയും കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ.
അങ്ങനെ കുഞ്ഞിനെയൊക്കെ കുത്തിപ്പൊക്കി ചായ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിന് ഗ്ലാസ് കപ്പ് കൊടുത്തിട്ട് പറയുക, അമ്മ ചായക്ക് ചൂട് കുറവാണ്, കുറച്ചുകൂടി ചൂടാക്കി തരുമോ എന്ന് ചോദിച്ച്. പിന്നെ പഞ്ചസാരയും കുറവാണ്, കുറച്ചുകൂടി മധുരമൊക്കെ ഇട്ട് തരുമോ, പഞ്ചസാരയും കൂടി ഇട്ട് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് തിരിച്ച് ഗ്ലാസ് തന്ന് ഞാൻ ആ ഗ്ലാസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചുകൂടി മധുരവും കുറച്ചുകൂടി ചൂടാക്കിയൊക്കെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ കുഞ്ഞ് കുടിക്കണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞു പിന്നെയും ചായ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്ലാസ് അവനും ചായ കൊടുത്തു. അങ്ങനെ കുഞ്ഞനും കൂടി സൈക്കിളിൽ റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്താൽ കിച്ചുവിന് ഇങ്ങനെ തുള്ളുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ കൊള്ള തിരക്കിലായി ബ്രെഡ് മുട്ടയിൽ മുക്കി ഇങ്ങനെ പൊരിച്ച് അപ്പുറത്തപ്പുറത്തും ഇങ്ങനെ പൊരിച്ചെടുക്കണമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കുഞ്ഞിനെയും പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ദോശ സാമ്പാറും ഉണ്ടായിരുന്നു. ദോശ വേണ്ടാത്തവർക്ക് ഇഡലിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2-3 സൈസാണ് ഉണ്ടാക്കുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. കുഞ്ഞിനെയൊക്കെ ബ്രെഡ് ഇങ്ങനെ മുക്കി പൊരിച്ചത് മതി, പിള്ളേർക്കും അത് മതി. കണ്ണന് ഇഡലി ആയിരിക്കണം, എനിക്ക് ദോശ ആയിരിക്കണം. ഇഡലിയുടെ മാവ് അരച്ചാൽ ഇങ്ങനെയാണ് കുറച്ച് പേർക്ക് ദോശ, കുറച്ച് പേർക്ക് ഇഡലി, അങ്ങനെയാണ് കേട്ടോ. ഗ്യാസ് സ്റ്റവ് അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ വർക്കിംഗ് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ചത് കൊച്ചു പിടിച്ച് അവരുടെ കയ്യെത്തണ സ്ഥലമാകുമ്പോൾ അവർ പിടിച്ചിങ്ങനെ വലിക്കുക. അതിൻ്റെ ഗ്യാസിൻ്റെ പൊക്കത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തു വെച്ചത്. അങ്ങനെ അടുക്കളയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള ഫുഡ് കൊടുക്കാനിരിക്കണേ കേട്ടോ. കുഞ്ചിനും ഞാൻ ഫുഡ് കൊടുക്കാനിരിക്കുന്നത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഞാൻ എടുത്തുകൊണ്ടാണ് കേട്ടോ അവർക്ക് ഫുഡൊന്ന് കൊടുത്തു തീർക്കണത്. വീടൊക്കെ നമ്മൾ എത്ര അടിച്ചും തുടച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടാലും ഈ വഴിയെ പോകുന്ന ഈ പുറത്തൊക്കെ കിടക്കുന്ന ഈ ചപ്പും ചവറും പിന്നെ പാത്രവും സ്പൂണും ഒക്കെ ആയിട്ട് അവർക്ക് കളിപ്പാട്ടങ്ങളോടല്ല ഈ താല്പര്യം കൂടുതൽ. ഈ സ്പൂണ്, പാത്രം, പിന്നെ റിമോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അവരതൊക്കെ പിടിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വീട് അടിക്കാനും തുടക്കാനും മാത്രമേ നേരമുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ചിറ്റയും ഇളയച്ചനും കൂടി വന്നത്. അങ്ങനെ ചിറ്റി ലൈഫിനൊക്കെ തിരിച്ച് പോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് മിസ്സായതാണേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയിട്ടോ. ക്യാരറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഈ ചോപ്പർ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഈ നമ്മളിങ്ങനെ ഓരോ പച്ചക്കറികൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും സമയം പോവും. ഈ ചോപ്പറിലിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ തന്നെ അത് നല്ലപോലെ അരിഞ്ഞ് നല്ലപോലെ അരിഞ്ഞ് വരാറുണ്ട് കേട്ടോ. കൂടുതൽ പച്ചക്കറിയൊക്കെ അരിയാനുള്ളപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അമ്മ ഉപ്പുമാങ്ങ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഉപ്പുമാങ്ങയില്ലേ, ഉപ്പിലിട്ട മാങ്ങ, അത് ആൻറ്റി കൊടുത്തു വിട്ടതായിരുന്നു. നല്ലപോലെ അഴുത്ത മാങ്ങയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അഴുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളകും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടണം.
പിന്നെ ഉപ്പ് വേണ്ട കേട്ടോ, ഉപ്പ് മാങ്ങ ആകുമ്പോൾ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും, അതിൻ്റെ നീരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ അതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, നമ്മുടെ ചെമ്മീൻ. ചെമ്മീൻ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനകത്ത് നിന്ന് ഉണ്ടാവുന്ന വെള്ളം ഉണ്ടല്ലോ, അതും ചെമ്മീനും എല്ലാവരും കൂടി മിക്സ് ചെയ്താണ് ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. ഇതെല്ലാവരും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങയും ചെമ്മീനും എല്ലാവരും നല്ലപോലെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് പേസ്റ്റാക്കി ഒഴിക്കാം. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഉള്ളിയും കടുകൊക്കെ വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ കറിയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനത്തെ കറി വെച്ച് ട്രൈ ചെയ്യാത്തവർ വെച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞു തന്നെ. എന്തായാലും അടിപൊളി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. മാങ്ങാക്കറി കൂടാണ്ട് ക്യാരറ്റും ബീൻസും കൂടി വളർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടികളും കഴിഞ്ഞു. അങ്ങനെ കുഞ്ചുവിന് ചോറ് കൊടുക്കാനിരിക്കണം കേട്ടോ. കിച്ചു നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങി എഴുന്നേറ്റിട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കുഞ്ചുവിന് ഞാൻ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ട് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു മുട്ട ഓംലേറ്റ് കൂടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഇക്രുവിന് ചെറിയൊരു വയ്യായ്മയൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു. ഇക്രു ആരാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, എൻ്റെ മാമൻ്റെ മോനാണ്. അവനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ സാധനങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വരുന്ന ടെസ്റ്റർ. അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്നു. കുഞ്ചുവിനും കിച്ചുവിനും നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, 2 പേരും ഇടഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.